ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നതിൽ കവിഞ്ഞ് ഇത്രയും വലിയ ഗിഫ്റ്റ് തരാൻ അവനാരാ? ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് മുമ്പ് പറ്റിയ അവൻ തന്നതുപോലെ ഒരു വില കൂടിയ ഗിഫ്റ്റ് നീ ഒരിക്കലെങ്കിലും വാങ്ങിച്ചു കാണിക്കും. നേരെ നോക്കി 2 വർഷം മുമ്പ് ആദ്യമായി ശ്രീലുവിനെ കണ്ട നിമിഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബീച്ച് സൈഡിൽ എൻ്റെ സ്ഥിരം ഹാങ് ഔട്ട് പ്ലേസ് ആയ കാഫേയിൽ ഞാൻ കണ്ട പുഞ്ചിരി നിറഞ്ഞ മുഖം, അതാണ് ശ്രീലു. പിന്നീടുള്ള ഓരോ ദിവസവും ശ്രീലു ചിരിച്ചില്ലെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു നാൾ അവളും തിരിച്ചു ചിരിച്ചു. പരസ്പരം കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി. രണ്ട് വർഷം മുമ്പുള്ള വാലന്റൈൻസ് ദിനത്തിൽ ഞാൻ എൻ്റെ ഹൃദയം അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ അത് സ്വീകരിച്ചു. ഞങ്ങളുടെ സുഹൃത്തുക്കളെ സാക്ഷിയാക്കി ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ധനിക കുടുംബങ്ങളിൽ ഒന്നായ ഇന്ദ്രപ്രസ്ഥം തറവാടിലെ ദേവേന്ദ്രവർമ്മയുടെ ചെറുമകൻ ഋഷിൻ വർമ്മയാണ് ഞാൻ. എന്നാൽ അതുവരെ ഞാൻ ആരാണ്, എൻ്റെ കുടുംബം എന്താണ് എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. എൻ്റെ കുടുംബത്തിന് ഷീലുവിനെ അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചത്. കല്യാണശേഷം അവളോടെല്ലാം തുറന്നു പറയാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ എല്ലാ പദ്ധതികളും ഞാൻ പോലും അറിയാതെ തകർന്നു. ഒരു മിനിറ്റ്, ഇപ്പോൾ വരെ. ഹലോ. സ്വന്തം ഇഷ്ടപ്രകാരം നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നീ സ്വയം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. നിന്റെ സമ്പാദ്യം മുഴുവൻ എന്നോട് ചോദിക്കാതെയാണ് നീ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചത്. തന്നിഷ്ടം പോലെ ചെയ്തതിന്റെ ഫലം എന്താണെന്ന് നിനക്കറിയണ്ടേ? നീ ഒരു ഡൂക്കിലി കമ്പനിയുടെ ഷെയർ വാങ്ങിക്കൂട്ടിയില്ലേ? ആ കമ്പനി പൊട്ടി. സ്വന്തമായി 1 രൂപ പോലും സമ്പാദ്യമില്ലാത്ത ഒരു ദരിദ്രനാണ് നീ ഇന്ന്. ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിൽ ഇനി നീ ഒരു അംഗമല്ല. നിനക്കും മറ്റാരും അറിയാതെ നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെണ്ണിനും ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല. കെട്ടിയ പെണ്ണുമായി എങ്ങോട്ട് പോകണമെന്ന് അറിയാതിരുന്ന ഘട്ടത്തിലാണ് ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ അവളുടെ വീട്ടിലേക്ക് കാലുവെച്ചത്. വിദേശത്തുള്ള ശ്രീലക്ഷ്മിയുടെ അച്ഛൻ്റെ അനുവാദം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ശ്രീലക്ഷ്മിയുടെ അമ്മയായ ദേവയാനി അമ്മ, നിന്നെ സ്വന്തമായിട്ട് പോറ്റാൻ പോലും പറ്റാത്ത ഒരു മണ്ണുണ്ണിയാണല്ലോ നീ കണ്ടുപിടിച്ചത്. കഷ്ടം. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു, ഒന്നും ശരിയായില്ല. ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കളക്കാരനായി മാറേണ്ടി വന്നു. ഇങ്ങനെയെങ്കിലും നിന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ. ഇതാണോ ഋഷി നിന്റെ ക്ലീനിങ്? ചുമ്മാ ഇരുന്ന് തിന്നാൻ മാത്രം പോരാ, അതിനനുസരിച്ച് പണിയെടുക്കണം. ഞാനത് നന്നായി വൃത്തിയാക്കിയതാ. ഓ, അപ്പൊ ഞാൻ കള്ളം പറഞ്ഞു എന്നാ? അയ്യോ, അങ്ങനെയല്ല, എന്റെ തെറ്റാ. ഞാൻ ഒന്നുകൂടി നന്നായി ക്ലീൻ ചെയ്യാം. വേഗം ആവട്ടെ, എന്നിട്ട് വേണം തുണി അലക്കിയിടാൻ. അയ്യോ, അത് ഞാൻ രാവിലെ തന്നെ ശ്രീലക്ഷ്മിയുടെ തുണികൾ മുഴുവൻ അലക്കിയിട്ടതാണല്ലോ. അവളുടെ തുണിയല്ല, ഞാൻ എന്റെ തുണിയുടെ കാര്യമാണ് പറഞ്ഞത്. ഈ അപമാനം മുഴുവൻ ഞാൻ സഹിച്ചത് ശ്രീലുവിന് വേണ്ടി മാത്രമായിരുന്നു. എന്നിട്ടും പലപ്പോഴും അവൾ എന്നെ മനസ്സിലാക്കാതെ പോയി. അമ്മ എന്നെ വഴക്ക് പറയുമ്പോഴും വീട്ടുജോലി ചെയ്യിപ്പിക്കുമ്പോഴും അവളും മൗനമായി കണ്ടു നിന്നു. 7 കോടി രൂപയുടെ കടബാധ്യതയാണ് കമ്പനിക്കുള്ളത്. അത് പരിഹരിക്കണമെങ്കിൽ 4 കോടി രൂപ നിക്ഷേപിക്കാൻ ആരെങ്കിലും ഉടൻ തന്നെ വരണം. അങ്ങനെ ആര് വരും ശ്രീലു? എനിക്കറിയില്ല മീനാക്ഷി, എനിക്ക് ഒന്നും അറിയില്ല. ഈ ജോലി കൂടെ പോയി ഞാൻ ഇനി എന്ത് ചെയ്യും? ശരത്ത് വിചാരിച്ചാൽ നടക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. അവനാണെങ്കിൽ നേരത്തെ തന്നെ നിന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ. പണ്ടവൻ പ്രപ്പോസ് ചെയ്യാനിരുന്നപ്പോഴല്ലേ നീ ഋഷിയും തമ്മിൽ റിലേഷനിലായത്. എന്നിട്ട് കല്യാണശേഷം നീ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അവൻ നിനക്ക് ജോലി ശരിയാക്കി തന്നു. സംസാരിച്ചിരുന്നു, ശരത്തെല്ലാം നോക്കിക്കോളാം എന്നാ പറഞ്ഞേ. പക്ഷെ ഉള്ളിലൊരു പേടി. അവന് പണ്ടേ ശ്രീലുവിലൊരു നോട്ടുള്ളതാണ്. ശ്രീലുവിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ ആരുടെയും കാല് പിടിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. 4 കോടിയല്ലേ നിന്റെ പ്രശ്നം? അത് പരിഹരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. ഋഷി, 4 രൂപയുടെ കാര്യമല്ല ഞങ്ങൾ പറയുന്നത്, 4 കോടിയുടെ കാര്യമാണ് പറയുന്നത്. എൻ്റെ ശ്രീലു, ഇങ്ങനെ ഒരു കോമാളിയാണല്ലോ നീ കല്യാണം കഴിച്ചത്.
എന്റെ ജീവിതം വെച്ചുള്ള തമാശകൾ നിങ്ങൾ നിർത്തിക്കൂടെ ഋഷി? എത്രയാന്ന് പറഞ്ഞാൽ സഹിക്കുക. മടുത്ത്, ശരിക്കും മടുത്ത്. ഒന്ന് പോയി തരാവോ? എന്റെ ശ്രീലു, ആ കഴുതി ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ നിന്റെ അമ്മേനെ എത്ര തവണ പറഞ്ഞതാ. എന്തിനാണ് ഇതുപോലെ ഒരു ഭാരം നീ ഇനിയും ചുമക്കുന്നത്? കഴുതല്ലേ, ഈ പറയുന്നത് മാറ്റി പറയുന്നൊരു ദിവസം വരും. അന്ന് എന്നെ ആദരവോടുകൂടി നോക്കുന്നവരിൽ നീയും കാണും മീനാക്ഷി. മീനാക്ഷി പറയുന്നതാണ് ശരി. ഋഷി ഇപ്പോൾ വെറും ഒരു കോമാളിയായി മാറിയിരിക്കുന്നു. ശ്ശേ. ഋഷി, എന്താ ശ്രീലു? ഞാൻ ഇറങ്ങാൻ താമസിച്ചു. എന്നൊന്ന് ബൈക്ക് ഡ്രോപ്പ് ചെയ്യോ? അപ്രതീക്ഷിതമായി ശ്രീലക്ഷ്മി അത് പറഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഓ, ഇന്നാണ് ഋഷിയുടെ കോളേജ് റീയൂണിയൻ. ശ്രീലു ഓഫീസ് ടൈം കഴിഞ്ഞ് അങ്ങ് എത്തുമല്ലോ അല്ലേ? ഓഫീസിലെ തിരക്കുകളെ കുറിച്ച് പറഞ്ഞല്ലേ ഋഷി? എത്ര കാലത്തിന് ശേഷമാണ് ശ്രീലക്ഷ്മി എന്റെ ബൈക്കിൽ കയറിയത്. അവളുടെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട്. അടുത്ത കാലത്തൊന്നും എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടായിട്ടില്ല. Hey, good morning, Sri Lakshmi. ഹായ്, ഗുഡ് മോർണിംഗ്. Looking great. ശരത്, ഋഷിയാണ് എന്നെ ഡ്രോപ്പ് ചെയ്തേ. Uh-huh. ഹേ, Hi. ഇതുപോലെ തേർഡ് ക്ലാസ് ബൈക്കിലാണോ കമ്പനി സിഒ ശ്രീലക്ഷ്മി ഓഫീസിൽ വരുന്നത്? മോശം. കാറ് വർക്ക്ഷോപ്പിലാണ്. ലേറ്റ് ആവും Whatever. വിചാരിച്ചു. Next time, just give me a call. I'll pick you up. ഓക്കെ. By the way, I have something for you. ദിസ് ഈസ് ഫോർ മീ. പിന്നെ അല്ലാതെ. ഐ യു ഷുവർ? Did you like it? ഐ ലവ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇത്രയും വില കൂടി ഗിഫ്റ്റ് ആരും തന്നിട്ടില്ല. ഞാനോടുള്ളപ്പോൾ മറ്റൊരാളിൽ നിന്ന് ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നത് എന്തിനാ? എനിവേ, വിൽ catch up later. I have some work to do. രശിക്ക് പിന്നെ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും കാണില്ലല്ലോ അല്ലേ? ഓ സോറി, അടുക്കളപ്പണി കാണുമല്ലോ അല്ലേ? പെട്ടെന്ന് വിട്ടോ, വീട്ടിൽ ചെന്നിട്ട് ചോറും കറിയും വെക്കാനുള്ള അല്ലേ? സമയങ്ങളെ ബൈ. ഋഷീൻ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കരുത്. ശരത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അന്ന് ഞാൻ നീ പറയുന്ന പോലെ കേൾക്കാം. ഋഷി ഇപ്പൊ എന്താ കാണിച്ചത്? ശരത് ഒരു ഗിഫ്റ്റ് തന്നതിൽ അവ ഇത്രയും ഈഗോ കാണിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഓഫീസിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ശരത് ഒരു ഇൻവെസ്റ്ററിനെ കൊണ്ടുവരണം. എങ്ങനെയെങ്കിലും അവനെ സന്തോഷിപ്പിച്ച് കാര്യം നടത്തിയെടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഋഷി അത് നശിപ്പിക്കും. ആ ജോക്കറിനെ വിളിച്ചോണ്ട് ഓഫീസിലേക്ക് വരരുതെന്ന് നിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. നിനക്കിത് വേണം. ഒന്നും ചെയ്യാനില്ല. ഋഷി വന്ന് ശരത്തിനോട് മാപ്പ് പറയണം ഇപ്പൊ തന്നെ. അത് മാത്രമേ ഒരു വഴിയുള്ളൂ. ഋഷിയെ വിളിച്ചിട്ട് ഇത് പറഞ്ഞ അവ എന്തായാലും സമ്മതിക്കൂല. അല്ല, ഋഷിയെ ഫോൺ വിളിക്കണ്ട, നേരിട്ട് പോയി സംസാരിക്കാം. അവൻ എങ്ങോട്ടാ പോയിരിക്കുന്നത്? കോളേജ് റീയൂണിയൻ. വർഷങ്ങൾക്ക് ശേഷം പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ പോവുകയാണ്. എല്ലാം മറന്ന് എനിക്ക് പഴയ ഋഷിയാവണം. നവീനെ നിക്കടാ. നവീനെ, എന്നെ മനസ്സിലായോ? എടാ ഋഷിൻ. എടാ എന്താണോ വെറുതെ ഓടിക്കറി വരാണോ? വെറുതെ ഡ്രസ് നശിപ്പിക്കാനായിട്ട്. ഇതിന്റെ വില എന്താണെന്ന് അറിയാമോ? സ്നേഹപ്രകടനൊക്കെ ഒരടി മാറിയെന്ന് മതി. ഓരോരോ ശല്യങ്ങൾ. അഞ്ജലി വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടില്ലേ? ഇതുവരെ എത്തിയില്ലേ? എന്തോന്നടേ? നമ്മുടെ പഴയ ടീം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഐ ആം റിയലി സോറി ഗൈസ്. ഇന്ന് എന്റെ പുതിയ ബെൻസിന്റെ കുറച്ച് പേപ്പർ വർക്ക്സ് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. ശരിക്കും നീ എന്തിനാ കഴിയുന്നേ? വേണ്ടെങ്കിൽ വേണ്ടടാ. ഡോ, ഫുഡും കൊണ്ട് വരുന്നവരോടൊക്കെ പുറകെ കൂടെ വേണം വരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലേ?
പിന്നെന്തിനാ താൻ ഈ ഗസ്റ്റുകളുടെ ഇടയിൽ കിടന്ന് കറങ്ങുന്നേ? എടാവ നമ്മുടെ കൂടെ പഠിച്ചിരുന്നു എന്നൊക്കെയാ പറയുന്നത്. ഋഷിനെന്നോ മറ്റോടെ പേര് നിനക്ക് ഓർമ്മയില്ലേ? ഓ എവിടെയോ കണ്ടു പരിചയം, പക്ഷെ അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. വേഷം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡും കൊണ്ട് വന്നതായിരിക്കുന്നു. ഇവിടെ കിടന്ന് കറങ്ങാണ്ട് ചെല്ല്. ആരും കാണാത്ത വല്ല സ്ഥലത്തും പോയിരുന്നോ? ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ ബാക്കിയുള്ളവരും പറയണ കേൾക്കേണ്ടി വരും. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നതായിരുന്നു ഇതിലും ഭേദം. ഇനി ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തിരിച്ചു പോകുന്നതാ. ബൈക്കിലേക്ക് തിരിച്ച് നടന്നപ്പോഴാണ് അവൾ അങ്ങോട്ട് വന്നത്. അഞ്ജലി. കോളേജ് കാലത്ത് ജൂനിയേഴ്സും സീനിയേഴ്സും എല്ലാവരും അവളുടെ പിന്നാലെയായിരുന്നു. അവൾക്ക് വേണ്ടി കോളേജിൽ എത്ര പേര് അടിയുണ്ടാക്കിയിരിക്കുന്നു. ആരെയും പക്ഷെ അവൾ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. എന്നാൽ എനിക്ക് മാത്രം അവളുടെ അടുത്തൊരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. ഞാനാണ് അവളുടെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ എത്ര തവണ അവൾ പറഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് വേറെ ആരെയും നോക്കണ്ട, അഞ്ജലി മാത്രം മതി. അവൾക്ക് എന്നെ മനസ്സിലാവും. ആ ഇരിക്കും ഇരിക്കും. അവിടെ അല്ലേ ഇവിടെ? അഞ്ജലിയെ കണ്ട സന്തോഷത്തിൽ ഞാൻ അവളുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങി. അപ്പോഴേക്കും നവീൻ അവൾ ഈച്ച പൊതിയുന്ന പോലെ പൊതിഞ്ഞു കഴിഞ്ഞു. അഞ്ജലിയുടെ മുമ്പിൽ വെച്ച് നവീൻ എന്നെ അപമാനിച്ച അത് അവൾ പ്രശ്നമാക്കും. അത് ഭൗതിക സൗന്ദര്യ രഹസ്യം എന്താണ്? നിനക്ക് എപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ നവീൻ. അങ്ങനെ മാറാൻ പറ്റുമോ അഞ്ജലി? അഞ്ജലി, ഇപ്പൊ എന്താ പരിപാടി? UK വിട്ടോ? ഞാൻ കഴിഞ്ഞ മാസം നാട്ടിലെത്തി. പിന്നെ ഇവിടെ തന്നെ ഒരു വമ്പൻ ഓഫർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും UK ഇനി തിരിച്ചു പോകുന്നില്ല. എന്ത് ഓഫർ? ഞാൻ ത്രൈമീഡിയയിൽ ജോയിൻ ചെയ്യാൻ പോവാ. ത്രൈമീഡിയയിലോ? ത്രൈമീഡിയയിൽ ജോയിൻ ചെയ്യണോ? അവിടെ എന്താ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. എക്സ്ക്യൂസ് മീ, ഹു ആർ യു? അപ്പൊ നിനക്കും അറിയില്ലേ? എടാ ഋഷി, നിന്നെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോടാ ഇവിടെ? ഇത് ഋഷിൻ, നമ്മളെ കൂടെ കോളേജിൽ പഠിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ഋഷിൻ. ആരായാലും എന്താ, വലിഞ്ഞു കയറി അടുത്ത് വന്നിരിക്കുമ്പോൾ മിനിമം പെർമിഷൻ ചോദിക്കാനുള്ള ഒരു മര്യാദ വേണ്ടേ? പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് പോവാവോ? ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ആരാടാ ഇവനെ പോലെ ഉള്ളവന്മാരൊക്കെ റിയൂണിയൻ വിളിക്കുന്നത് അല്ലേ? ആർക്കറിയാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവമേ എന്നോട് മാത്രം എല്ലാവരും ഇങ്ങനെ? എന്നെ ഈ ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം ഒരിക്കലും ഉണ്ടാകില്ലേ? മനസ്സ് തകർന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് എൻ്റെ ഫോൺ ശബ്ദിച്ചത്. അഭിരാം ഫോണിൽ പറഞ്ഞ കാര്യം കേട്ട് വിശ്വാസം വരാതെ ഞാൻ അവിടെ നിന്നു. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? എൻ്റെ ജീവിതവും മാറി മറിയാൻ പോകുന്നു. ഒരു മിനിറ്റ്. നവീനെ, എന്താടാ നീ എന്താ പറഞ്ഞ? എന്നെ പോലുള്ളവർ ആരാ ഈ റിയൂണിയനെ വിളിച്ചെന്നല്ലേ? വിധി പറഞ്ഞോ. അഭിരാം പറഞ്ഞ വാക്കുകൾ കേട്ട് ആത്മവിശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് അവരെന്നെ തേടിയെത്തിയത്. ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പിന്റെ ഡയറക്ടർ പ്രദീപ് വർമ്മ സാറല്ലേ? അതെ. അയാൾ എന്താ ഋഷിയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നത്? പ്രദീപ് സാറ് പോലും ഇങ്ങനെ താണുവാണെങ്കിൽ സംസാരിക്കണമെങ്കിൽ ശരിക്കും ആരാണ് ഋഷി? എന്നെ അപമാനിച്ചവർ നോക്കി നിൽക്കെ ഒരു രാജാവിനെ പോലെ തലയുയർത്തി ഞാൻ അവരുടെ മുന്നിലൂടെ നടന്നു, എൻ്റെ സാമ്രാജ്യം വീണ്ടെടുക്കാൻ. അഞ്ജലി ചോദിച്ച് ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ആരാണ് ഋഷി? എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഋഷിയെ തേടി വരാതിരുന്ന ചെറിയച്ഛൻ ഇപ്പോൾ അവനെ തേടിയെത്തിയത്? അപമാനങ്ങൾ മാത്രം നേരിട്ടിരുന്ന ഋഷിയുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നത് പട്ടാഭിഷേകമോ? ഋഷിയെ വില കുറച്ച് കണ്ട അഞ്ജലിയും നവീനും മീനാക്ഷിയും ദേവയാനിയമ്മയും ശരത്തുമെല്ലാം ഇനി ഋഷിയുടെ കാൽക്കീഴിലാകുമോ? ഋഷി യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ശ്രീലക്ഷ്മി അറിയുമ്പോൾ എന്തായിരിക്കും ശ്രീലക്ഷ്മിയുടെ പ്രതികരണം? ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളിലേക്ക് കടക്കുന്ന കോടീശ്വരന്റെ മുഴുവൻ കഥയും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഋഷിയുടെ ജീവിതം